അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ മുഖ്തസറിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. എല്ലാ വിദ്യാർത്ഥികളും കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ ആമുഖമായി ഉണർത്തുകയാണ്. ومن اللفظ القلب وهو أن يكون الكلام بحيث لو عكسته وبدأت بالحرف الأخير إلى الأول كان الحاصل بعينه هو هذا الكلام. ومنه ഇതിൽ പെട്ടതാണ് ومن اللفظ ലഫ്ദിയായ അഹ്സനാത്തുൽ വദിയിൽ പെട്ടതാണ് അൽ ഖൽബു, ഖൽബ് എന്ന് പറഞ്ഞത്. വഹുവ ഖൽബ് എന്നാൽ ഇവിടെ എന്താ ഖൽബ്? മുമ്പൊരു ഖൽബ് പറഞ്ഞു പോയിരുന്നില്ലേ? ഇവിടുത്തെ ഖൽബ് പറഞ്ഞാൽ എന്താ? വഹുവ അയ്യക്കൂനൽ കലാം, ഒരു കലാമാവലാണ്. ബിഹൈസ്, ഒരു നിരക്ക് കലാം വരിക. ലൗ അക്കസ്തൗ, നീ നേരെ എതിര് പറഞ്ഞാൽ, എന്നിട്ട് നീ ആരംഭിച്ചാൽ ബിഹർഫിൽ അഖീരി, അതിൻ്റെ അവസാനത്തെ അക്ഷരം കൊണ്ട്, ഒരു സെൻറ്റൻസ് അതിൻ്റെ അവസാനത്തെ അക്ഷരം കൊണ്ട് നീ തിരിച്ചും കൊണ്ട് തുടങ്ങിയാൽ, ഇല്ലല്ല അവലിതിൻ്റെ ആദ്യം വരെ കാനൽ ഹാസുലു, അപ്പോൾ അതിൻ്റെ ചുരുക്കമാവും ബി ഐനിഹി, ആ ചുരുക്കം തന്നെ ആദൽ കലാമു, നീ ആദ്യം നേരെ വായിച്ച തന്നെ കരം തിരിച്ചു വായിച്ചാലും ഉണ്ടാകുക. അപ്പോൾ നേരെ ആദ്യം ആ സെൻറ്റൻസ് വായിച്ച് അതേ തന്നെ കാരണം നീ തിരിച്ചിങ്ങോട്ട് ലാസ്റ്റിൽ നിന്ന് അവസാനത്തിൽ നിന്ന് അവലിലേക്ക് വായിച്ചാലും ഉണ്ടാവുക. അതിനാണ് ഖൽബ് എന്ന് പറയുന്നത്. വയജ്രി ഫിന്നസ്രി വന്നൽമി, അത് ഗദ്യത്തിലും പദ്യത്തിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കൗലി, ഒരു കവി പാടി, മവദ്ദതുഹു തദൂമൂലി കുല്ലി ഹൗലിൻ വഹൽ കുല്ലു മവദ്ദത്തിഹി തദൂമു, മവദ്ദത്തു അവൻ്റെ സ്നേഹം, തദൂമു അത് ദീർഘിച്ച് നിൽക്കും, ലി കുല്ലി ഹൗലിൻ എല്ലാ ഭീതിതരമായ അവസ്ഥയിലും, വഹൽ കുല്ലു മവദ്ദത്തിഹി അവൻ്റെ എല്ലാ സ്നേഹവുമാണോ തദൂ നീണ്ടു നിൽക്കുന്നതാണോ. ഇനി തിരിച്ചു വായിച്ചു നോക്കി ലാസ്റ്റ് അക്ഷരം മുതൽ ഉണ്ടോ, മവദ്ദത്തുഹു തദൂമു ലി കുല്ലി ഹൗലിൻ ഹുവ കുല്ലു വഹൽ കുല്ലു മവദ്ദത്തിഹി തദൂമുണ്ടോ. തിരിച്ചു വായിക്കുമ്പോൾ അതേ അക്ഷരങ്ങൾ തിരിച്ചിട്ടിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിനാണ് ഖൽബ് എന്ന് പറയുന്നത്. ഫി മജ്മൂഇൽ ബൈത്ത്, ഒരു ബൈത്തിൽ മുഴുവനായിട്ട് അങ്ങനെ വന്നതിനാണ് ഉദാഹരണം. വക്കതി യക്കുനു താലിക്ക്, ചിലപ്പോൾ ഇതുണ്ടാവും ഫിൽ മിസ്രായി, ഒരു ഭാഗത്ത് മാത്രം. ഒരു കവിതൻ്റെ രണ്ട് വരി ചേർന്നാണ് ഒരു വലിയ വരി, ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒന്നിൽ മാത്രം, ഒരു മിസ്രായിൽ മാത്രം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇതുപോലെയൊക്കെ കൗലിഹി അറാനൽ ഇലാഹു ഇലാലൻ അറാന ഞങ്ങൾക്ക് കാണിച്ചു എന്നാൽ ഇലാഹ് ഹിലാലൻ ചന്ദ്രനെ അനാറ തിളങ്ങുന്നതായിട്ട്. തിരിച്ചു വെച്ച് നോക്കും, അറാന അൽ ഇലാഹു ഹിലാലൻ അല്ലേ അനാറ, കണ്ടില്ലേ? അതുപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് ഖൽബ് എന്ന് പറയുന്നത്. അഫി തൻസീലി, ഇനി ഖുർആൻ അതുപോലെ വന്നിട്ടുണ്ട് കുല്ലു ഫലക്കിൻ ഉണ്ടോ, കുല്ലു ഫലക്കിൻ തിരിച്ചു വെച്ചാലും കുല്ലു ഫലക്കിൻ എന്ന് കിട്ടും. വറബ്ബുക ഫകബ്ബിർ ഉണ്ടോ, റബ്ബുക ഫകബ്ബിർ കിട്ടുന്നില്ലേ? അപ്പം ഇങ്ങനെ. ഇനി അർഫുൽ മുഷദ്ദദത്തു ഷദ്ദുൽ അർഫി ഫി ഹുക്മിൽ മുഖഫഫി, അത് മുഖഫഫിൻ്റെ സ്ഥാനത്താണ് മുമ്പ് നമ്മൾ വരച്ചു പോയിട്ടുള്ളത് അല്ലേ. ഷദ്ദുൽ അക്ഷരം എന്ന് പറയുന്നത് ഇവിടൊക്കെ അത് മുഖഫഫിൻ്റെ ഹുക്കുമിലാണ്. ലിഅന്നൽ മുഅ്തബറ, കാരണം അവിടെ പരിഗണിക്കപ്പെടേണ്ടത് വൽ ഹുറൂഫുൽ മക്തൂബ എഴുതപ്പെടുന്ന അക്ഷരങ്ങളാണ്. വഖദ് യകൂനു ദാലിക ഫിൽ മുഫ്രദി, ചിലപ്പോൾ മുഫ്രദായ പദത്തിൽ അങ്ങനെ ഉണ്ടാവും. ഉദാഹരണം സലിസ്, തിരിച്ചു വായിച്ചാലും സലിസ് എന്ന് വായിക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാം. തുഗായിറുൽ ഖൽബ് ബിഹാദൽ മഅന, അപ്പോൾ ഈ ഒരു മഅന കൊണ്ട്, ഈ ഒരു മഅന പ്രകാരം ഖൽബ് എതിരാവുന്നു. ലി തജ്നീസുൽ ഖൽബി, എന്തിനോട്? ജിനാസിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അവിടെ ഒരു ഖൽബ് പറഞ്ഞത് തജ്നീസുൽ ഖൽബിനെതിരാവുന്നു എന്നുള്ളത്. തുഗായിറുൽ ഖൽബി എതിരാവൽ ബി ആദൽ മഅന, ഈ മഅന പ്രകാരം ലി തജ്നീസുൽ ഖൽബി, തജ്നീസിൻ്റെ ഖൽബിനോട് എതിരാക്കുക എന്നുള്ളത് ലാഹിറാണ്. കാരണം ഫൈനൽ മഖ്ലൂബ ഹാഉന, ഇവിടെ ഖൽബ് ചെയ്യപ്പെടുന്നത് യജിബ അൻ യകൂന ഐനൽ ലഫ്ദില്ലദി ദക്കറ ബി ഖിലാഫിഹി സമ്മ, യജിബ് നിർബന്ധമാണ് യക്കൂന അവൽ ഐനുൽ ലഫ്ദില്ലദീ ദക്കറ, ഇവിടെ പറയപ്പെട്ട അതേ ലഫ്ദ് തന്നെ ആവണം. ബിഖിലാഫിന് നേരെ എതിരായിട്ട് വരണം സമ്മ അവിടെ. വയജിബു സമ്മത്ത എന്നാൽ അവിടെ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറയുന്ന അതേ ലഫ്ദ് തന്നെ ആയിരിക്കണം തിരിച്ചു പറയുമ്പോഴും വരേണ്ടത് എന്നാണ് ഈ മഖ്ലൂബിൽ. എന്നാൽ വയജിബു സമ്മത്ത അവിടെ നിർബന്ധമാവുക ദിക്റുൽ ലഫ്ദൈനി, രണ്ട് ലഫ്ദുകളെ പറയലാണ് ജമീൻ മുഴുവനായിട്ടും ബിഖിലാഫി അതിനെതിരായിക്കൊണ്ട് ആവുന അവിടെ പറയലാണ് അവിടെ വന്നിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആ ലഫ്ദ് തന്നെ തിരിച്ചു കിട്ടണം എന്നാണ്. അപ്പോൾ അത് ഇതിനോട് എതിരാവുന്ന വിഷയത്തിൽ എന്തില്ല, സംശയമൊന്നുമില്ല എന്നർത്ഥം. ഇനി വമിൻഹു, അതേപോലെ വമിനൽ ലഫ്ദിയിൽപ്പെട്ടതാണ് തശ്രീ എന്ന വിഭാഗം. യുസമ്മ തൗശീഹ് എന്നതിന് പേരുണ്ട്. വദൽ കാഫിയത്തൈനി, കാഫിയ രണ്ട് കാഫിയുടേത്, തൗശീഹ് എന്നൊക്കെ അതിന് പേരുണ്ട് തശ്രീഹിന്.
എന്താണ് തശ്രീ എന്ന് പറഞ്ഞാൽ വഹുവ ബിനാ ഉൽ ബൈത്തി അല കാഫിയത്തൈനി. വഹുവ ഈ തശ്രീ എന്നാൽ ബിനാ ഉൽ ബൈത്തി ഒരു ബൈത്തിനെ നിർമ്മിക്കലാണ് അല കാഫിയത്തൈനി രണ്ട് കാഫിയ ഉള്ളതായിട്ട്. യസിഹുൽ മഅന സ്വഹിയാകും ഇന്ദൽ വഖൂഫി അല കുല്ലി മിൻഹുമാ ഈ രണ്ട് കാഫിയകളിൽ എവിടെ നിർത്തിയാലും എവിടെ വഖഫ് ചെയ്താലും ആ മഅന സ്വഹിയാവും മഅന ശരിയാവും. ആ രീതിയിൽ രണ്ട് കാഫിയ ഉൾക്കൊള്ളുന്നതായി കൊണ്ടൊരു ബൈത്തിനെ ഉണ്ടാക്കലാണ് തശ്രീ എന്ന് പറഞ്ഞാൽ. ഐ മിനൽ കാഫിയത്തൈനി ഈ രണ്ട് കാഫികളിൽ എവിടെ നിർത്തിയാലും എന്താവും അത് ശരിയായി വരും. ആ മഅനക്കൊരു തകരാറും വരില്ല. അതിനാണ് തശ്രീയ എന്ന് അല്ലെങ്കിൽ തൗഷീഹ് എന്ന് അല്ലെങ്കിൽ ദൽ കാഫിയത്തൈനി എന്നൊക്കെ പറയുന്നത്. ഫഇൻ ഖീല അപ്പോൾ ചോദിക്കപ്പെട്ടാൽ ഫഇൻ ഖീല കാന അലൈഹി അൻ യഖൂല ഫഇൻ ഖീല കാന അലൈഹി അൻ യഖൂല യസിഹുൽ വസ്നു വൽ മഅന. ഫഇൻ ഖീല ഇനിയൊരു കീലുണ്ട് കാന അലൈഹി അതിൻ്റെ മേലാണ് അൻ യഖൂല പറയൽ യസിഹ് പറയൽ ശരിയാകണമെന്നാൽ വസ്നു വൽ മഅന ഇന്ദ വഖൂഫി അലാ കുല്ലി മിൻഹുമാ ഈ രണ്ട് കാഫിയൻ്റെ എവിടെ നിന്നാലും മഅന നിർത്തുന്ന സമയത്തിലും മഅനയും വസ്നും ശരിയാകും എന്ന് പറയൽ നിർബന്ധമാണ്. ലിയന്ന തശ്രീയ എന്ന് പറയണം എന്ന് ചോദിക്കപ്പെട്ടാൽ. കാരണം ലിയന്ന തശ്രീയ എന്നുള്ളത് ഹുവ അയ്യബിന ഷായറു ഷായർ നിർമ്മിക്കലാണ് അബിയാത്തുൽ ഖസീദത്തി തൻ്റെ ഖസീദയിലെ ബൈത്തുകളെ ദാത്ത കാഫിയത്തൈനി രണ്ട് കാഫിയ ഉടേതായിട്ട് അയാൾ നിർമ്മിക്കുക. അല ബഹ്റൈനി ഒന്നില്ലെങ്കിൽ രണ്ട് ബഹർ അനുസരിച്ചിട്ട്. അത് കവിതയിലെ ചില സാങ്കേതിക പദങ്ങളാണ് രണ്ട് ബഹർ എന്നൊക്കെ പറയും. രണ്ട് ബഹർ അനുസരിച്ച് ഉണ്ടാക്കുക, അത് രണ്ട് ഈണം അനുസരിച്ച് നിർത്തും. ഔ അർബൈനി മിൻ ബഹരിൻ വാഹിദ് ആണെങ്കിൽ ഒരേ ബഹറിൽപ്പെട്ട രണ്ട് ഇനമായിട്ട് ഉണ്ടാക്കുക. ഫഅല അയ്യി കാഫിയത്തൈനി അപ്പോൾ ഇയാൾ ഉണ്ടാക്കിയ ഏത് കാഫിയൻ്റെ മേലിൽ വഖഫ്ത നീ വഖഫ് ചെയ്താലും കാന ഷിഅറൻ മുസ്തഖീമൻ അത് നേരെയായ ചൊവ്വായ ഒരു കവിതയായി കിട്ടും. അപ്പോൾ എവിടെ നിർത്തിയാലും കുൽനൽ കാഫിയ അല്ലേ എന്ന് പറയും. എന്താണ് അല്ല എന്ന് ശരിയാവും. അപ്പോൾ ആ നിലയിൽ കവിത ഉണ്ടാക്കുന്ന തശ്രീ എന്ന് പറയുക. അതുകൊണ്ട് മഅനയും വസ്നൊക്കെ ശരിയാവണം എന്ന് പറയണം എന്ന് പറഞ്ഞാൽ കുൽന അപ്പോൾ നമ്മളതിന് മറുപടി പറയും. എന്താ പറഞ്ഞത്? ഒരു എന്താണ് തശ്രീ എന്ന് പറഞ്ഞാൽ ഒരു കവി എന്താക്കലാണ് രണ്ട് കാഫിയ ഉള്ള രണ്ട് ബഹറിൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു ബഹറിൽ രണ്ട് ഇനമായിട്ട് രണ്ട് കാഫി ഉള്ളതായിട്ട് ബൈത്തുകൾ ഉണ്ടാക്കലാണ്. അപ്പോൾ ഏത് കാഫിനെ നിർത്തിയാലും അവിടെ അത് ഷിഅറൻ മുസ്തഖീമാണ് എന്ന് പറയാൻ പറ്റും എന്നാണല്ലോ തശ്രീ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഏതിൻ്റെ അടുത്ത് വഖഫ് ചെയ്താലും അവിടെ മഅനയും വസ്നും സഹിയായിരിക്കണം എന്ന് പറയൽ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ കുല്ല നമ്മൾ പറയും അൽ കാഫിയത്തു കാഫിയ എന്നത് ഇന്നമാ ഈ ആഖിറുൽ ബൈത്തി അത് ബൈത്തിൻ്റെ അവസാനത്തിലാണ് ഉണ്ടാവുക. ഫൽ ബിനാവൽ കാഫിയത്തൈനി അപ്പോൾ രണ്ട് കാഫിയുടെ മേൽ നിർമ്മിക്കുക എന്നുള്ളത് ലാ യതസവ്വറു അത് തസവ്വറാവുന്നില്ല ഇല്ലാ ഇദാ കാനൽ ബൈത്ത് ആയാലൊഴികെ ബൈസു യസിഹുൽ വസ്നു സഹിയാവുന്ന രീതിയിലായാലൊഴികെ വയഹ്സുലു ഷിഅറു ഇന്ദ വഖൂഫി അലാ കുല്ലി മിൻഹുമ അതുപോലെ തന്നെ വയഹ്സുലു ഷിഅറു കവിത കരസ്ഥമാവുക ഇന്ദൽ വഖൂഫി അലാ കുല്ലി മിൻഹുമ ആ പറയപ്പെട്ട എല്ലാ ഒന്നിൻ്റെ മേലിലും കരസ്ഥമാകുമ്പോഴാണ്. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ലം തുക്കുനിൽ ഉല കാഫിയത്തിന് ഒന്നാമത്തെ കാഫിയ തന്നെ ആവില്ലല്ലോ. അപ്പോൾ എവിടെയാണെങ്കിലും കിട്ടണം എന്നർത്ഥം. മറുപടി ഇപ്പം എന്ത് ചെയ്യുന്നു? അതായത് വസ്ന് സ്വയ്യാവുന്നതിലൊക്കെ ബൈത്ത് ഉണ്ടായാലല്ലാതെ ഈ കാഫിയത്തേനി എന്നുള്ളത് ചിന്തിക്കാൻ പറ്റൂലല്ലോ എന്നർത്ഥം. അപ്പോൾ ഏത് കാഫിയത്തിൻ്റെ മേലാണ് എന്ത് ചെയ്യണം? അവിടെ ഷെയർ കരസ്ഥമാകും. അങ്ങനെ കിട്ടൂലെങ്കിൽ ഒന്നാമത്തിനെ കുറിച്ച് എന്ത് പറയില്ല? കാഫിയത്ത് എന്ന് പറയില്ലല്ലോ എന്നർത്ഥം. ഞാൻ ഉദാഹരണം കൗലിഹി യാ ഖാതിബദ്ദുന്യ ദനിയത ഇന്നഹാ ശർഖുറദ വഖറാറത്തുൽ അക്ദാരി. യാ ഖാതിബദ്ദുന്യ ദുന്യാവിനോട് ഖിതാബ് നടത്തുന്നവനെ മിൻ ഖതബത്തിൽ മറ പെണ്ണിനോട് ഖിതാബ് നടത്തുന്ന ആ ഫീലാണത്. അദ്ദനീയത നിസ്സാരമായ നിന്യമായ ദുന്യാവിനോട് ഖിതാബ് നടത്തുന്നവനെ ഇന്നഹാ ദുന്യാവ് ശറഖുദ്ദിന അത് ഖബാലത്തുൽ ഹലാക്ക് നാശത്തിൻ്റെ വലയാണത്. ശറഖുറദ നാശത്തിൻ്റെ വലയാണ്. വഖറാറത്തുൽ അക്ദാരി അത് ചളികളെ ഉറപ്പിക്കുന്നതാണ്. മുഖിറുൽ കദൂറാത്തി നടത്തും ചളികളെ ഉറപ്പിക്കുന്നതാണ്. അപ്പോൾ ഫൈൻ വഖഫ്ത നീ ഇവിടെ വഖഫ് ചെയ്താൽ അലർ റദ എന്നതിൻ്റെ മേൽ വഖഫ് ചെയ്താൽ ഫൽ ബൈത്തു മിൻ അറബി സാമിൻ അപ്പോൾ ബൈത്ത് എന്തിൽ പെട്ടു അല്ലേ? സാമിൻ എന്ന ഇനത്തിൽപ്പെട്ടു. മിനൽ കാമിൽ അത് ഒരു ഷെയറിൻ്റെ എന്താണ് ഇനത്തിൽപ്പെട്ടതാട്ടോ. സാമിൻ മിനൽ കാമിൽ എന്നൊക്കെ പറഞ്ഞത് അത് അതിൻ്റെ ലർബിൻ്റെ ഇനത്തിൽ കൂട്ടുന്നുണ്ട്. ബൈത്തിൻ്റെ ഒരു സാങ്കേതിക പദത്തിൽപ്പെട്ടതാണത്. വൈൻ വഖഫ്ത അലൽ അക്ദാരി ഇനി അത് അക്ദാറിമേൽ വഖഫ് ചെയ്താൽ ഓമിൻ അൽ അറബി സാനി മിന്നു ആ കാമിൽ എന്ന ലർബിൽ സാനിയിൽപ്പെട്ടതായിരിക്കും. വൽ കാഫിയത്തു ഇന്ദുൽ ഖലീലി ഇനി ഖലീൽ തങ്ങളുടെ അടുക്കൽ കാഫിയ എന്ന് പറഞ്ഞാൽ
മിൻ ആഖിരി അർഫിൻ ഫിൽ ബൈത്തി, ബൈത്തിൻ്റെ അർഫിൻ്റെ അവസാനം മുതൽ ഇല ഔവലി സാക്കിനി യലീഹി, അതിനോട് എന്താവുന്ന അടുത്ത ആദ്യത്തെ സുക്കൂൻ വരെയാണ് ഒരു കാഫിയ എന്ന് പറഞ്ഞാൽ. മേലെ അർക്കത്തിലെത്തി കവലതാലിക്ക സാക്കിനി, ഏതോടുകൂടെ ആ സാക്കിന് തൊട്ട് മുമ്പുള്ള അർക്കത്തോടുകൂടെ. അപ്പോൾ അവസാനത്തെ അക്ഷരം മുതൽ ആ അവസാനത്തെ അക്ഷരത്തിൻ്റെ അപ്പുറത്തേക്ക് എവിടെയാണോ സാക്കിന് വരുന്നത് ആ സാക്കിന് വരെയും അതിന് തൊട്ടുമുള്ള അർക്കത്ത് വരെയും അർക്കത്തിൻ്റെ അക്ഷരം ഉൾപ്പെടെയുള്ള ആ സാക്കിന് വരെ ആയിരിക്കും ഒന്നാമത്തെ കാഫിയ. ഫൽ കാഫിയത്തുലൂല, അപ്പോൾ ഇതനുസരിച്ച് മിൻ ആദൽ ബൈത്ത്, ഈ ബൈത്തിൽ നിന്നും ഒന്നാമത്തെ കാഫിയ ഖലീൽ എന്നവരുടെ അഭിപ്രായ പ്രകാരം. ഇപ്പോൾ മുപ്പരുടെ അഭിപ്രായം എന്താ, അവസാനത്തെ അക്ഷരം മുതൽ എവിടെയാണോ അതിനെ അങ്ങനെ നോക്കിപ്പോയാൽ തൊട്ട് ആ അവസാന അക്ഷരം അങ്ങോട്ട് ബാക്ക് പോകുമ്പോൾ എവിടെയാണോ എന്ത് വരുന്നത് അർഫത്ത് ഇത് വരുന്നത് സാക്കിന് വരുന്ന അതിന് തൊട്ടുമുള്ള അർക്കത്തും ഉൾപ്പെടെയുള്ള സാക്കിന് ഉൾപ്പെടെയുള്ളതാണ് കാഫിയ. അത് പ്രകാരം ഇവിടെ അവ ലഫ്ദുർ റദ എന്നുള്ള ലഫ്ലാണ് ഹർക്കത്തിൽ കാഫി, അതോടുകൂടെ മിൻ ഷറക്ക, ഷറക്ക എന്നതിലെ ആ കാഫിൻ്റെ അർക്കത്തോടു കൂടെ ഖറാറത്തുൽ അഖ്ദാർ നിലവാരണ്ടില്ലേ. വൽ കാഫിയത്തു സാനിയത്തു, രണ്ടാം കാഫിയ എന്നുള്ളത് ഹിയ മിൻ ഹർക്കത്തി ദാലി മിൻ അഖ്ദാർ, അഖ്ദാറിൻ്റെ എന്ത് മുതൽ മിൻ വയ്യമിൻ അർക്കത്തി ദാലി മിൻ അഖ്ദാർ, അഖ്ദാറിൻ്റെ ദാലിൻ്റെ അർക്കത്ത് മുതൽ ഇത് ആഖിരി അതിൻ്റെ അവസാനം വരെയാണ്. വക്കതി അക്കൂൻ ബിനാവു, വക്കതി അക്കൂൻ ചിലപ്പോൾ ആകുമ്പോൾ ബിനാവു എടുപ്പ്, ഈ കവിത നിർമ്മിക്കൽ അല്ല അക്സരമിൻ കാഫിയത്തേനി, ഇപ്പോൾ നമ്മൾ രണ്ട് കാഫിയത്ത് അനുസരിച്ച് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ചിലപ്പം എന്താകും രണ്ടിൽ കൂടുതൽ കാഫികളെ കൊണ്ടുണ്ടാക്കാം കവിത ഉണ്ടാക്കാം. ഒവ്വ ഖലീലുൻ, അത് വളരെ കുറവാണ്. മുത്തക്കല്ലഫും നിർബന്ധം വളരെ പ്രയാസകരവുമാണ്. വമിൻ ലത്തീഫ് ദിൽ കാഫിയത്തേനി, ഇങ്ങനെ രണ്ട് കാഫിയുടേതായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ലത്തീഫ്, അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നോഉൻ യൂജദു ഫി ഷെയ്രിൽ ഫാരിസി, അത് ഫാരിസി കവിതകളിൽ എത്തിക്കപ്പെട്ട ഇനമാണ്. വഹു അതെന്താ പറയുക, അൻ തെക്കുനുൽ അൽഫാദുൽ ബാഖിയത്തു ബഅദൽ ഖവാഫിയൽ ഊല, ഒന്നാമത്തെ കാഫിയക്ക് ശേഷമുള്ള ലഫ്ലുകൾ ആവലാണ്. ബിഐസ് ഒരു നിലയ്ക്ക്, ഇതാ ജമാഅത്ത് നീ അതിനെ ഒരുമിച്ച് കൂട്ടിയാൽ കാനത്ത് അതാവും ഷെയറൻ മുസ്തഖീമൽ മഅന സ്വഹിയായ ഒരു കവിതയായി നമുക്ക് കിട്ടും. അതാണ് ഇപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഉപയോഗം, അതിൻ്റെ ഒരു ഗുഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഓക്കെ, ഇതാണിപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഖൽബിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ തർഷിയ എന്നീ രണ്ട് ഇനമാണ് ഇപ്പോൾ നമ്മൾ എന്തായിട്ടുള്ളത് ഇന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ആ രണ്ട് ഇനം ഇൻഷാ അല്ലാഹ് നല്ല ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി എന്താണ് ആ വിഷയങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി പറയുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എഴുതി വെച്ചത് അറിയിക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്.